ആയിക്കൂട്ടരെ എന്നാണ് നമ്മൾ ചെറുക്കനെ കുറിപ്പിച്ച് പള്ള അരയ്ക്കാൻ പോവാണ്. പള്ള നിറപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോകാനുള്ള പോക്കാണ്. 2 പടയാളികളുണ്ട്. രാവിലെ ഇറങ്ങുന്ന ട്രിപ്പാണ്. ഇങ്ങോട്ടാണ് ഏതാണ് നമ്മൾ പറയാം. നമ്മൾ പോവുകയാണ്. പോയതാ നേരം വെളുത്തുമ്പോൾ ഫസ്റ്റ് കാണുന്ന മനോഹരമായ കാഴ്ച എന്ന് വെച്ചാൽ ഈ വയലാണ്. വയലുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. സൂര്യനങ്ങ് ഉദിച്ചു വന്ന് മഞ്ഞിൻ്റെ ഇടയിൽ കൂടി വയലിൽ പതിക്കുമ്പോഴാണ് കാഴ്ച വളരെ മനോഹരമായിരുന്നു. അതും കണ്ട് നമ്മൾ പിന്നെ വണ്ടിയെടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി പിന്നെ രണ്ടാമത് കാഴ്ച കണ്ടെന്ന് വെച്ചാൽ ഡാമാണ്. ഡാം ഒരുപാട് കണ്ടു, പക്ഷേ ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ഡാം. ആ ക്ലിപ്പ് മാത്രം നമ്മൾ എടുത്തോളൂ. എൻ്റെ കൂട്ടർ ഇതാണ് നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. കാഴ്ച കണ്ടതിൻ്റെ കൂട്ടത്തിലാണ് ദേ ഈ സാധനം കാണുന്നത്. ഇത് കണ്ട പോലെ ചെറുക്കൻ അതിനിട്ടൊരു ഏറുള്ളൂന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു വിധത്തിൽ ചെറുക്കനെ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് വിട്ടു. ഈ പോണ വഴിയുണ്ടല്ലോ കൂട്ടുകാരെ, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകണത് ഇതുവരെയായിട്ട് പറഞ്ഞില്ലല്ലേ. എങ്ങോട്ടാണ് വെച്ചാൽ നമ്മൾ മൂന്നാറിലേക്കാണ് പോണത്. മൂന്നാറിൽ നമ്മൾ എന്തൊക്കെ കണ്ടു, കാണാൻ എന്തൊക്കെ ഉണ്ട്, നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നൊക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കയറിയുന്നത് ഗ്യാപ്പ് റോഡിലാണ്. എൻ്റെ പൊന്നോ, റോഡ് എമ്മാതിരി പുഴയാണെന്നറിയാമോ. റോഡ് കണ്ടത് ഞാൻ വണ്ടിയുടെ സംഘാട്ടിക്കട്ട് 2 ഓട്ടിക്കേക്ക് ആ ഒരു വൈബ് ആസ്വദിക്കാനേ ഉണ്ടാവൂത്തരേ. ആസ്വദിച്ച് കൊണ്ടുപോയി ഗൈസ്. 200 കടപ്പൂത്തി മൂന്നാറിലേക്ക് ഈ 2 വീലറിൽ പോയതാണ്. അടുത്തൊരു കാഴ്ച തേയില ഫാക്ടറിയും അവിടുത്തെ തേയിലത്തൂട്ടങ്ങളും. സംഭവം ഡബിൾ ചക്രതാ പോകും. കൂട്ടുകാരെ, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാക്കേജ് എടുത്താണ് പോയേക്കുന്നത്. പെർ പേഴ്സൺ 1800 റുപ്പീസിൻ്റെ ഒരു പാക്കേജാണ് നമ്മൾ എടുത്തേക്കുന്നത്. അവർ കുറേ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരും കൂട്ടുകാരെ. നമ്മൾ ഈ പോകുന്ന വഴികളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. ഇരുവശങ്ങളിലും പൈൻമരങ്ങളും തേയിലത്തോട്ടങ്ങളും ഏലക്ക തോട്ടങ്ങളും അട്ടിപ്പൊള്ളിയായിരുന്നു ഗൈസ്. പറയുന്നതിനേക്കാളും നിങ്ങൾ കണ്ടറിയുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലിപ്സും നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തെടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ കണ്ട കൂട്ടേ. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ നമ്മൾ പിന്നെ നല്ലൊരു വയലുണ്ട്. 2 സൈഡ് 2 മലകളാണ്, സെൻറ്ററിൽ വയലും. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ റൈഡ് തുടങ്ങി. നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന പ്ലേസിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഓഫ് റോഡാണ് നമ്മൾ കിട്ടുന്നത്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഓഫ് റോഡും നമുക്ക് എല്ലാ ഇതിനുള്ള ട്രാവലിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റേ വരുന്നത് ഈ സിറ്റി ലൈഫിനൊക്കെ മാറി കുറച്ച് അകത്തോട്ട് നമുക്ക് കാണാൻ ഗോയറ്റായിട്ട് നമുക്ക് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കണക്കാണ് നമുക്ക് അവിടെ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സ്റ്റേനെ കുറിച്ച് പറയുമ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഫീൽഡിൽ വന്ന അവർ റീൽസ് കണ്ടിട്ടാണ് നമ്മൾ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന പോലെയാണ് അവരുടെ റീൽസ് കണ്ടപ്പോൾ തോന്നിയത്. അവരുടെ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ട്രിപ്പ് പോകാൻ ഒരു പേജും സോഹോ എന്ന് പറയുന്ന ഒരു പേജും കൂടി ചേർന്നിട്ടാണ് അവരിങ്ങനെ ഒരു പാക്കേജ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ അവസാനം നമ്മളുടെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ ഓഫീസ് വരുന്നത്. കറക്റ്റ് 2 മണിക്കാണ് അവരുടെ ചെക്കിങ് സ്റ്റാർട്ട് ആവുന്നത്. 2 മണിക്ക് ചെക്കിങ് ചെയ്യുമ്പോൾ പിറ്റേന്ന് രാവിലെ 11 മണി വരെയാണ് അവരുടെ പാക്കേജ് വരുന്നത്. ഇവിടെയാണ് നൈറ്റ് ക്യാമ്പും DJ ഒക്കെ നടക്കുന്നത്. അപ്പോൾ DJയുടെയൊക്കെ പരിപാടി നൈറ്റ് നമുക്ക് നല്ലോണം കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അങ്ങനെ ഞാൻ അവിടെ ഒരു പാറയെടുത്ത് പോയിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ പെറ്റ്സൊക്കെ വന്ന് അടുത്തിരുന്നു. അപ്പോൾ നല്ല ഡോഗായിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഒട്ടും പരിചയമില്ല. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഒരു പാക്കേജൊക്കെ നമ്മളെടുത്ത് നമ്മൾ ടെൻറ്റിൻ്റെ അടുത്ത് എത്തി. ടെൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിത് ഇപ്പോൾ കാണുന്നത്. ഇതായിരുന്നു ടെൻറ്റ് നമ്മൾ തുറക്കുമ്പോൾ ഉള്ള വ്യൂ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണ് എത്ര മനോഹരമായിരുന്നു അവരുടെ ക്യാമ്പിംഗ് സെറ്റപ്പ് എന്ന്. ഇനിയും പാക്കേജിനെ കുറിച്ച് ഒരുപാട് നിങ്ങൾക്ക് അറിയാനുണ്ട്. വൈകിട്ട് ഈവനിങ് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വാക്കിങ്ങിന് പോയി. നമ്മളും പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ അവിടെ പരിചയപ്പെട്ടു. കുറച്ചല്ല, എല്ലാവരും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരിചയപ്പെട്ടു. ഒരുപാട് പേരുണ്ടായിരുന്നു. കപ്പിൾസും ഫ്രണ്ട്സും ഫാമിലീസും അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഒരുമിച്ച് ഒരു വാക്കിങ്ങിനൊക്കെ പോയി. അങ്ങനെ സൺസെറ്റായി കണ്ട് കുറച്ച് നേരം നമ്മൾ വിശ്രമിക്കുകയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് ഫോട്ടോസൊക്കെ പയ്യന്മാർക്കൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ പയ്യെ തിരിച്ച് പോകാനൊക്കെ ഒരുങ്ങി നമ്മൾ തിരിച്ചിറങ്ങി അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കുറച്ച് ഹറാത്ത് പിള്ളേരുണ്ടായിരുന്നു. അവരുണ്ടല്ലോ പടക്കമൊക്കെ ഈ പടക്കം പൊട്ടിക്കൊക്കെ
ഇതിൻ്റെ പുരു നല്ല മലയൊക്കെയായിരുന്നപ്പാ. ഇതൊക്കെയാണ് മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. നൈറ്റ് ആയപ്പോൾ നമ്മൾ ക്യാമ്പിൽ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നല്ല പൊടിയായിരുന്നു അറിയാവോ. ഇതായിരുന്നു നമ്മളെ വ്യൂ. രാത്രി ഡീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കമ്പൊക്കെ വെട്ടുകാണ്ട് സ്റ്റാർട്ടിങ് ആയിരുന്നു. നമ്മൾ ക്യാമ്പിൽ വന്നപ്പോൾ ഭയങ്കര സൗണ്ട് വെച്ചാൽ പുറത്ത് നോക്കിയാണ്. ഡീറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള പരിപാടിയായിരുന്നു. ഒരുപാട് തണുപ്പുള്ള കുറച്ച് ചൂട് കൊള്ളാൻ വേണ്ടി അവർ കുറച്ച് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു നൈറ്റ്. കോടമഞ്ഞും നല്ല തണുപ്പായിരുന്നു. ഇവരൊക്കെ വൈബടിക്കുന്നുണ്ട് ഡാൻസും. അങ്ങനെ ഡി ജെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിനെ പറ്റി പറയുമ്പോൾ നല്ല ഫുഡായിരുന്നു, അൺലിമിറ്റഡ് ആയിരുന്നു. അങ്ങനെ ടെൻറ്റിൽ ചെന്നപ്പോൾ ഉള്ള കാഴ്ചന് ടെൻറ്റിൽ ഞാൻ പോയപ്പോൾ കുറച്ച് ലൈറ്റ് കൊണ്ടുപോയിരുന്നു. മറ്റേ ഡിയർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ലൈറ്റ് അതാണ് ആ തൂക്കിയേക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജീപ്പ് വന്ന് അങ്ങനെ ട്രക്കിംഗ് തുടങ്ങിയാണ് നമ്മൾ ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി കയറി സേഫായിരുന്നു. ട്രക്കിംഗ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അവരുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ഈ ജീപ്പ് എല്ലാം. 4 മണിക്ക് രാവിലെ 4 മണിക്ക് ജീപ്പ് വരും. ഫ്രഷായി ഓരോരുത്തർക്ക് ഓരോ ബാച്ചുകാർക്ക് വണ്ടി കയറി പോവാം. നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് വളരെ മനോഹരമാണ്. ഇതുവരെ കണ്ടവർ അതെല്ലാം കാണുക. കൂട്ടുകാരെ അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സ്പോട്ട് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് കൊളുക്കുമല വ്യൂ പോയിന്റ്. നമ്മളെ കൂട്ടുകാരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്തെന്നറിയാവോ? അത് നമ്മളെ സൂര്യേട്ടനല്ലേ, നമ്മളെ സൂര്യേട്ടനെ ഉദിച്ച് വരുന്നതാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സൂര്യേട്ടൻ ഇങ്ങനെ ഉദിച്ച് വന്ന ഈ ക്ലൗഡ് ബെട്ടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു കാഴ്ച, കൂട്ടുകാരെ അത് പറയാനേക്കാളും കാണുന്നതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. ക്ലൗഡ് ബെട്ട് ഇതിനു മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ നന്ദി ഹിൽസിൽ കണ്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ മനോഹരമായ ഒരു ക്ലൗഡ് ബെട്ടായിരുന്നു എനിക്ക് ഇവിടെ കിട്ടിയത്. ഈ വീടിനെ കാണുന്നതിനേക്കാൾ മനോഹരമായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് എൻ്റെ പൊന്നു കൂട്ടുകാരെ നമ്മളെ സൂര്യേട്ടൻ താഴെത്തി മഞ്ഞ നിറഞ്ഞ മുഖത്തേക്കടിക്കുന്നു. വാവോ വാവോ വാവോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മെലഡി സോങ്സ് കേട്ട് നമ്മളെ മൈൻഡിനെ വളരെ കാമാക്കി നമ്മളെ സൂര്യേട്ടനെയൊക്കെ ആസ്വദിക്കുകയായിരുന്നു. നമ്മൾ ദിവസവും നമ്മളെ സൂര്യത്തിന് ഉദിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതൊന്നും കാണുന്നില്ല. വല്ലപ്പോഴും ഒരു സൺറൈസ് ഒക്കെ കാണുന്നത് ജീവിതത്തിലെ വളരെ നല്ല അനുഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും വല്ലപ്പോഴും വന്ന് സൺറൈസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ ശ്രമിക്കുക. കണ്ട ഒരു സൈഡിൽ ഒരു പച്ചപ്പുള്ള ഒരു മല, അതിനപ്പുറം ഇതാണ്ട് ഒരു ക്ലൗഡ് ബെഡും സൂര്യൻ കണ്ടോ. അത് നമ്മളവിടെ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടേ. അപ്പം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയേ അവിടെ ഇങ്ങനെ അറിയൂ. അതൊക്കെ എല്ലാവരും കാണുക, കുറച്ച് കണ്ടിരിക്കുക, കുറച്ച് ക്രിഞ്ചൊക്കെയാണ്. അതൊക്കെ ആരും നമ്മളെ കളിയാക്കല്ലേ. അതെങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാ ശരിയാവും? കുറച്ച് അങ്ങോട്ട് ആരടാ നല്ലൊരു വീഡിയോ എടുക്കണേ. സൂപ്പർ എന്നല്ലേ. വീഡിയോ എടുത്ത് വയ്യുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുക. ആ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ജീപ്പിനടുത്തോട്ട് പോവുകയാണ്. അതിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് കഴിച്ചത്. ആ നമ്മൾ ജീപ്പിൽ കയറി. ജീപ്പിനൊക്കെ വേണ്ട കഴിച്ചു വേണ്ട. എൻ്റെ മോനെ ഒരിക്കൽ കൂടി പോകും കേട്ടാ. ഇതൊന്നും കൂടി കാണണമെന്നുണ്ട്. ഇപ്പം കൊതി വരുന്ന ഈ വീഡിയോസ് കാണുമ്പോൾ പിന്നെയും കണ്ടു. എത്ര ജീപ്പുകളാണ് കിടക്കുന്നതെന്ന്, അങ്ങനെ എത്ര പേരാണ് വരുന്നത് അറിയാവോ. കൂട്ടുകാരെ നിങ്ങളും പോവാൻ ശ്രമിക്കുക. ഈ പാക്കേജിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അടിപൊളി അനുഭവമായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. പിന്നെ ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ക്ലൗഡ് ബെഡ് കിട്ടുന്നത്. അത് നമ്മൾ അവിടുന്ന് ഇറങ്ങി പോകുന്ന വഴി ചേട്ടൻ നമ്മളൊരു ഫാക്ടറി കയറ്റി അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണമല്ലോ. ഇത്രയും ദൂരം വന്നതല്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു തേയില വാങ്ങണമെന്ന് ആഗ്രഹത്തോടെ ഒരു തേയില നമ്മൾ വാങ്ങി ഗൈസ്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ നമ്മളത് വാങ്ങി. അത് നമ്മൾ എൻ്റെ ചായയൊക്കെ കുടിച്ച് പയ്യ അവിടെ തിരക്കാനുള്ള പരിപാടിയിലാണ്. കൂട്ടായിട്ടാണ് ഫാക്ടറി കേട്ടോ. എല്ലാവരും നോക്കി വെച്ചോ. നിങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ കയറി വിസിറ്റ് ചെയ്ത് വാങ്ങാൻ നോക്കുക. നിങ്ങൾ ഡ്രൈവറിനോട് പറഞ്ഞു, ഡ്രൈവർ എന്തായാലും കയറ്റി നിങ്ങൾക്ക് ചായ കുടിക്കാനോ ഒരു തേയില വാങ്ങാനോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ക്യാമ്പിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് നമ്മൾ എടുത്തില്ല. നമ്മൾ അവിടുത്തെ ചേട്ടൻ നല്ലോണം നമുക്ക് നല്ല വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അങ്ങനെ വഴി വെച്ചിട്ട് ഓറഞ്ച് വെള്ളം കണ്ടിട്ട് ചെറുക്കത്തെ ഓറഞ്ച് വഴിക്കുന്ന തിരക്കിലാണ്. നാട്ടുകാരെ കുടിച്ച് കിട്ടുന്നതാന്തോ നമ്മളെ കറുത്താവേ. ചെറുക്ക ഇടിയായി തരും. ഓന് ഓറഞ്ച് കണ്ടപ്പോഴത്തേക്ക് ഓറഞ്ച് പറിക്കണോന്ന്.
ഓടഞ്ഞും പറിച്ച് വന്ന ഗൈസ്. ലാ 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 ലാ. അമ്മേ കൊണ്ടുവരരുതേ. ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര വെയിൽ ഗൈസ്. അതാണ് ഗ്ലൗസും ഫുൾ കൈ സ്ലീവൊക്കെ ഉള്ള ടീഷർട്ടൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വന്ന തേയിലേക്ക് വാങ്ങിക്കൊണ്ടൊന്നല്ലേ, ഒരു ചായ കുടിച്ച് നമുക്ക് ഈ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ. ഇതിനകത്തെ ട്രിപ്പ് വീഡിയോ ആയി വീണ്ടും വരും. ടിങ് ടിങ്.